ഇന്നത്തെ റെസിപ്പി ഒരു വെജിറ്റേറിയൻ ആണ്. അപ്പോൾ വെണ്ടയ്ക്ക തേങ്ങാപ്പാൽ കറിയാണ് കേട്ടോ. വളരെ സിമ്പിളാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. അതിലേക്ക് 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 5-6 ചുവന്നുള്ളി അരിഞ്ഞതും ഒരു പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റാം. അപ്പം നമ്മളിപ്പോൾ വഴറ്റുമ്പോൾ ഈ ചെറിയ ഉള്ളി നമ്മൾ അധികം ഒന്നും വഴറ്റിയെടുക്കുന്നില്ല, കാരണം അതിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മൾ ഈ വെണ്ടയ്ക്ക വേവിക്കുന്നത്. വെണ്ടയ്ക്ക ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 വെണ്ടയ്ക്ക, ഒരു മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ എടുത്തേക്കണേ. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞ് ഈ ചെറിയ ഉള്ളി ചേർത്ത് ഒരു 10-15 സെക്കൻഡ് കഴിയുമ്പോഴേക്കും ഈ വെണ്ടയ്ക്കയും കൂടി ഞാനത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെണ്ടയ്ക്ക ഈ എണ്ണയിൽ തന്നെ ഇട്ട് മൂപ്പിച്ചാണ് വേവിക്കണത്, വേറെ സ്പെഷ്യൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടല്ല. അപ്പോൾ ഇത് പതിയെ ഇങ്ങനെ എണ്ണയിലിട്ട് ഒരു 3-4 മിനിറ്റ് വഴറ്റി കഴിയുമ്പോൾ വെണ്ടയ്ക്ക നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ ഈ വെണ്ടയ്ക്കയുടെ കളറ് പോവത്തില്ല, ഇതേ ഈ ഗ്രീൻ കളറിൽ തന്നെ നമുക്ക് കിട്ടും. ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കുമ്പോൾ ഇതിൻ്റെ കളറ് പെട്ടെന്ന് മങ്ങും. ഇപ്പം നമ്മൾ സാമ്പാറിലൊക്കെ ആണെങ്കിലും അവസാനം ഇങ്ങനെ ചിലയിടങ്ങളിൽ ഇങ്ങനെ വെണ്ടയ്ക്ക ഇതുപോലെ എണ്ണയിൽ വഴറ്റി ചേർക്കണ ഒരു രീതിയുണ്ട്. അപ്പോൾ ഈ വെണ്ടയ്ക്കയുടെ കളറും ടെക്സ്ചറും എല്ലാം അതുപോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതവിടെ വെണ്ടയ്ക്ക തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വഴറ്റി മൂപ്പിച്ച് എടുത്തേക്കണത്. അപ്പോൾ ഇത് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് വേറൊരു ചെറിയ പാൻ അടുപ്പിൽ വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടി കരിഞ്ഞു പോകാണ്ട് നോക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഈ പൊടിയുടെ പച്ചമണം എല്ലാം മാറിക്കഴിയുമ്പോൾ നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി മസാല ഇതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ടൊരു കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യമില്ല, നിങ്ങൾക്ക് തോന്നുകയാണ് അടിയിൽ പിടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു മിനിറ്റോളം നമുക്ക് ഈ മസാല ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റാം. ഇത് ഈ കറിയിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് വഴറ്റാം. അത് കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ ഏകദേശം 3/4 കപ്പോളം തേങ്ങാപ്പാൽ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പെല്ലാം നോക്കിയിട്ട് പാകമാണോ നോക്കിയിട്ട് കറി വാങ്ങി വയ്ക്കാം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കറി വളരെ നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.